കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭർത്താവിൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ രാത്രിയിൽ ഭാര്യ മറ്റൊരാളുമായി രഹസ്യമായി ഫോൺ ചെയ്യുന്നത് ഒരു വൈവാഹിക ക്രൂരതയായി കണക്കാക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസും അതിലത്തെ പോയിന്റ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോടതി പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്: ഭർത്താവിൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ രാത്രിയിൽ ഭാര്യ മറ്റൊരാളുമായി രഹസ്യമായി ഫോൺ ചെയ്യുന്നത് വൈവാഹിക ക്രൂരതയാണെന്നാണ് നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഭർത്താവിൻ്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് രാത്രിയിലെ ചില സമയങ്ങളിൽ ഭാര്യ മറ്റൊരാളിലേക്ക് രഹസ്യമായി ഫോൺ വിളിക്കുന്നത് മാനസിക പീഡനമാണെന്നാണ് ഹൈക്കോടതി അടുത്തിടെ വിധിച്ചിട്ടുള്ളത്. വിവാഹ മോചനത്തിനുള്ള ഭർത്താവിൻ്റെ ഹർജി ബെഞ്ച് അനുവദിക്കുകയും ചെയ്തു. ക്രൂരതയായി കണക്കാക്കാൻ ശാരീരികമായ ആക്രമണം അനിവാര്യമല്ല എന്നും കൂടി നമ്മുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഭാര്യ മറ്റൊരാളുമായി ഇടയ്ക്കിടെ രഹസ്യമായി ഫോൺ ചെയ്യുന്നത് അതും അപൂർവമായ സമയങ്ങളിൽ ദാമ്പത്യ ക്രൂരതയ്ക്ക് തുല്യമാണെന്നാണ് ബെഞ്ച് കൂട്ടിച്ചേർത്തത്. ഒരു ഇണയുടെ പെരുമാറ്റവും ദാമ്പത്യബന്ധം തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് അവളുടെ മനസ്സിൽ ന്യായമായ ആശങ്ക ഉളവാക്കുന്ന തരത്തിലായിരിക്കണമെന്ന് മാത്രമേ ക്രൂരതയായി കണക്കാക്കുവാൻ കഴിയൂ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഒരിക്കൽ ഭാര്യയും രണ്ടാമത്തെ പ്രതിയും തമ്മിലുള്ള അടുപ്പമുള്ള സംഭാഷണം താൻ കേട്ടുവെന്നും ചോദ്യം ചെയ്യലിൽ രണ്ടാമത്തെ പ്രതിക്ക് തൻ്റെ ശരീരത്തിനും മനസ്സിനും മേൽ തന്നേക്കാൾ അവകാശമുണ്ടെന്ന് അവൾ പറഞ്ഞതായും ഭർത്താവ് വാദിച്ചു. ഭർത്താവിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ച് അവൾ രണ്ടാമത്തെ പ്രതിയുമായി ഫോൺ സംഭാഷണം തുടർന്നു. രണ്ടാമത്തെ പ്രതിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് ഭർത്താവ് ഭാര്യയെ ചോദ്യം ചെയ്തതിന് ശേഷം ഭർത്താവിന് അത്തരം ഫോൺ കോളുകൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായതിനു ശേഷവും അവൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും 7 തവണയെങ്കിലും അല്ലെങ്കിൽ എല്ലാ തവണയും രണ്ടാമത്തെ പ്രതിയുമായി ഫോൺ സംഭാഷണം തുടർന്നുവെന്ന് ഇത് കാണിക്കുന്നു. തെളിവെടുപ്പിനിടെ ചില ദിവസങ്ങളിൽ മാത്രമേ രണ്ടാമത്തെ പ്രതിയെ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് ഭാര്യ മൊഴി നൽകിയിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും രേഖാമൂലമുള്ള തെളിവുകൾ മറിച്ചാണ്. ഭർത്താവിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഭാര്യ മറ്റൊരാളുമായി ഇടയ്ക്കിടെ വിവേകപൂർവ്വം ഫോൺ കോളുകൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് അപൂർവ സമയങ്ങളിൽ ദാമ്പത്യ ക്രൂരതയ്ക്ക് തുല്യമാണെന്നാണ് ജഡ്ജി പറഞ്ഞത്. നമ്മുടെ ഒരു മലയോര പ്രദേശത്തെ കുടുംബ കോടതിയുടെ 3 വിധിന്യായങ്ങൾ ചോദ്യം ചെയ്ത് ഭർത്താവ് സമർപ്പിച്ച 3 ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു. വ്യഭിചാരവും ക്രൂരതയും കണക്കിലെടുത്ത് വിവാഹമോചനം തേടുന്ന ഭർത്താവിൻ്റെ ഹർജി കുടുംബ കോടതി തള്ളിക്കളഞ്ഞു. മറ്റൊരു വിധിന്യായത്തിൽ സ്വർണ്ണാഭരണങ്ങളും പണവും തിരികെ നൽകാനുള്ള ഭാര്യയുടെ അപേക്ഷ കുടുംബ കോടതി അനുവദിച്ചിരുന്നു. മൂന്നാമത്തെ വിധിന്യായത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ രക്ഷിതാവായി തന്നെ നിയമിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഭർത്താവ് തേടിയിരുന്നു. എന്നാൽ അത് കുടുംബ കോടതി തള്ളിയിരുന്നു. 2005 മെയ് മാസത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു നിയമപ്രകാരം അവർ വിവാഹിതരായി. 2007 നവംബറിൽ ആ വിവാഹത്തിൽ നിന്ന് ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിച്ചു. ഭാര്യയ്ക്കെതിരെ വ്യഭിചാര കുറ്റം ആരോപിക്കുമ്പോൾ നിരന്തരം മോശം ഭാഷ ഉപയോഗിച്ചുള്ള മാനസിക പീഡനം, പൊതുവായ വീട്ടുജോലികൾ ഉപേക്ഷിക്കൽ, ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കൽ, മാതാപിതാക്കളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം വഴക്കുണ്ടാക്കൽ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ പരിഹസിക്കൽ, അമ്മയെ അധിക്ഷേപിക്കൽ തുടങ്ങി നിരവധി അനീതികൾ അവൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഭർത്താവ് വാദിച്ചത്. ഭാര്യ തനിക്കും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വ്യാജ കേസുകൾ ഫയൽ ചെയ്തതായും ഹർജിക്കാരൻ ആരോപിച്ചു. ഭാര്യയ്ക്കെതിരെ വ്യഭിചാര ആരോപണങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം ഫോൺ കോളുകൾ ഉദ്ധരിച്ചു. ഭാര്യയും രണ്ടാം പ്രതിയും നിരവധി ഉല്ലാസയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നും ഭർത്താവ് വാദിച്ചു. വിവാഹത്തിന് മുമ്പ് അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയതായും വിവാഹത്തിന് ശേഷവും അത് തുടർന്നതായും അദ്ദേഹം ആരോപിച്ചു. ഭർത്താവ് ഹാജരാക്കിയ തെളിവുകൾ വ്യഭിചാര കുറ്റം തെളിയിക്കാൻ പര്യാപ്തമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും രാത്രിയിലെ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഭാര്യ രണ്ടാമത്തെ പ്രതിക്ക് രഹസ്യമായി ഫോൺ വിളിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ബെഞ്ച് ചൂണ്ടിക്കാട്ടി.
2007 ഒക്ടോബർ 3 മുതൽ 2013 ഏപ്രിൽ 27 വരെയുള്ള കാലയളവിൽ ഭാര്യ രണ്ടാമത്തെ പ്രതിയുമായി പതിവായി ഫോൺ വിളിച്ചിരുന്നതായി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. BSNൽ നിന്ന് ഹാജരാക്കിയ എക്സ്റ്റൻഷൻ CD യും ഇത് തെളിയിക്കുന്നുണ്ട്. ഭാര്യ